എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് ഇന്ന് തിരിച്ചടികളുടെ ദിവസമാണ്. മൂന്നാമത്തെ പരാതി വരുന്നു, അറസ്റ്റിലാകുന്നു, ഞായറാഴ്ചയാണ്, ജയിലിലാകുമെന്ന് ഉറപ്പാണ്. അതിനോടൊപ്പം ആകെയുള്ളൊരു പ്രിവിലേജ് അത് MLA സ്ഥാനമാണ്. ആ MLA സ്ഥാനം കൂടി നീക്കാനുള്ള ശ്രമങ്ങളിലേക്ക് നിയമസഭ നീങ്ങുകയാണ്, സ്പീക്കർ നീങ്ങുകയാണ്. അതിന്റെ അയോഗ്യനാക്കാനുള്ള നിയമസാധുതകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. പക്ഷേ ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം, ഇത്രയൊക്കെ പരാതികൾ, ഇത്രയൊക്കെ ഗുരുതരമായ പരാതികൾ ഒരു മനുഷ്യനെതിരെ ഉയർന്നാൽ എത്രത്തോളം അസ്വസ്ഥനാവും. പക്ഷേ ഒരു തരത്തിലുള്ള കൂസലുമില്ലാതെ, ഒരു തരത്തിലും അല്പം പോലും ലജ്ജയില്ലാതെ ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്ത് മനുഷ്യനാണ് എന്നുള്ളതാണ്. എന്തായാലും വലിയ പ്രതിഷേധം അവിടെയുണ്ട്. പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയിട്ടില്ല. പോലീസ് വിന്യാസത്തെക്കാൾ വലിയ പ്രതിഷേധമാണ് അവിടെയുള്ളത്. ഈ ആരോപണങ്ങളൊക്കെ ഈ ഘട്ടത്തിലും ഈ നിമിഷത്തിലും നിഷേധിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തെളിവുകൾ സഹിതം നിരത്തിയുള്ള ചോദ്യം ചെയ്യലിന് പോലും എന്റെ അഭിഭാഷകൻ വരട്ടെ എന്നിട്ട് മറുപടി എന്ന ധാർഷ്ട്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. അതല്ലാതെ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. പക്ഷേ ഒന്നാമത്തെയോ രണ്ടാമത്തെ പരാതി പോലെയല്ല മൂന്നാമത്തെ പരാതി. കൃത്യമായ തെളിവുകൾ, പാറ്റേൺ ഒക്കെ ഒന്ന് തന്നെയാണ്. രക്ഷകനായി അവതരിച്ച് സിമ്പതി നേടി, കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് വിവാഹ വാഗ്ദാനം നൽകി, ബലാത്സംഗം, ഗർഭചിത്രം, ഇതേ പാറ്റേൺ ഒന്നാണെങ്കിലും മൂന്നാമത്തെ പരാതിയിൽ പക്ഷേ രാഹുലിന് കുരുക്കാകുന്നത് തെളിവുകളാണ്. നിരവധി തെളിവുകളുണ്ട്. അതിൽ ഓഡിയോ സന്ദേശങ്ങളുണ്ട്, വാട്സപ്പ് ചാറ്റുകളുണ്ട്, സാമ്പത്തിക ഇടപാടിന്റെ രേഖകളുണ്ട്. ഏറ്റവും നിർണായകം അത് ആ ഭ്രൂണം തന്നെയാണ്. ആ അതിജീവിത ആ ഭ്രൂണം സൂക്ഷിച്ചിട്ടുണ്ട്. DNA പരിശോധനയ്ക്ക് സാമ്പിൾ കൊടുക്കാൻ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറല്ല. വൈദ്യപരിശോധന ഏത് നിമിഷവും പൂർത്തിയാകും. ഒരുപക്ഷെ മുൻവാതിലിലൂടെ പകരം മറ്റേതെങ്കിലും ഭാഗത്തുകൂടെ രാഹുലിനെ പുറത്തേക്ക് ഇറക്കുന്നതും ആലോചിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആ രീതിയിലുള്ള പ്രതിഷേധമാണ്. രാഹുലിനെ ആശുപത്രിയിലേക്ക് എത്തിച്ച ജീപ്പ് അതിന്റെ ഫ്രണ്ട് ഗേറ്റിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പുറകിലെ ഗേറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പുറകുവശത്തെ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നതെന്ന് തോന്നുന്നു. അവിടെയും വലിയ പോലീസ് വിന്യാസമുണ്ട്. വളരെ പെട്ടെന്നാണ് DYFI പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരുമൊക്കെ പ്രതിഷേധവുമായി അവിടേക്ക് എത്തിയത്. രാഹുലിന് നല്ല വരവേൽപ്പ്, അതായത് ജയിലിലാകുന്നത് വരെ കൃത്യമായ വരവേൽപ്പ് നൽകി യാത്രയാക്കുമെന്നുള്ള പരിഹാസമാണ് DYFI നേതാക്കളുടെ ഭാഗത്തുനിന്നും യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും നമ്മൾ കേട്ടത്. അത് മാത്രമല്ല, രാഹുലിന് ഇന്ന് രാത്രി കഴിക്കാനുള്ള പൊതിച്ചോറ് ഉറപ്പാക്കുമെന്ന് DYFI പറയുന്നുണ്ട്. പൊതിച്ചോറിന് പിന്നിൽ DYFI അനാശാസ്യം നടത്തുന്നു എന്നുള്ളതായിരുന്നു രാഹുലിന്റെ പ്രതികരണം. അതിനുള്ള മറുപടി കൂടി ഇന്ന് DYFI പ്രവർത്തകർ നടത്തുന്നുണ്ട്. വീണ്ടും അവിടേക്ക് ഒരു പോലീസ് വാഹനം എത്തിയിട്ടുണ്ട്. രാഹുലിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കി മടക്കി കൊണ്ടുപോകാനുള്ള വാഹനമാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വളരെ പെട്ടെന്ന് പ്രവർത്തകരും തടിച്ചുകൂടുന്നുണ്ട്. പോലീസ് വിന്യാസം അവിടെയുണ്ട്. രാഹുലിന്റെ വൈദ്യപരിശോധന പൂർത്തിയായോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇത് കഴിഞ്ഞാൽ നേരെ മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്കാണ്. കോടതി അവധിയാണ്. മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കായിരിക്കും കൊണ്ടുപോകുക. പത്തനംതിട്ട AR ക്യാമ്പിന് തൊട്ടടുത്ത് തന്നെയാണ് മജിസ്ട്രേറ്റിന്റെ വീടുള്ളത്. കണ്ണൻ, വൈദ്യപരിശോധന പൂർത്തിയായോ? വൈദ്യപരിശോധന പൂർത്തിയായിട്ടുണ്ട്. 2 വാതിലുകളാണ് ജനറൽ ആശുപത്രിക്കുള്ളത്. ആ 2 വാതിലിൽ ഏതെങ്കിലും ഒരു വാതിലിലൂടെ രാഹുലിനെ ഇറക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആദ്യം രാഹുലിനെ പ്രധാനപ്പെട്ട വാതിലിലൂടെയാണ് അകത്തേക്ക് കയറ്റിയത്. ആ കയറ്റിയ സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം ഒഴിവാക്കാൻ വേണ്ടി ഈ വാതിലിലൂടെ കൊണ്ടുവരാനുള്ള, ഈ സമീപത്തെ വാതിലിലൂടെ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് പോലീസ് പരിശോധിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ ക്യാമറ നിൽക്കുന്നതിന് എതിർവശത്തുകൂടി രാഹുലിനെ ഇറക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 2 വശത്തും രാഹുലിനെ ഏത് വഴി ഇറക്കിയാലും ആ പ്രതിഷേധ സ്വരങ്ങൾ കേൾക്കാതെ രാഹുലിനോട് നിന്ന് പോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും അല്പസമയത്തുള്ളിൽ തന്നെ വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുന്നു. നേരത്തെ നമ്മൾ രാഹുലിനെ കണ്ടതാണ്. ചിരിച്ച മുഖത്തോടെ യാതൊരു കൂസലുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ വരുന്ന രാഹുലിനെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അയാളുടെ വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുന്നു. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് കൂടി രാഹുലിനെ എത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാര്യം വലിയ പ്രതിഷേധമാണ്. എവിടെയാണോ പ്രതിഷേധം അല്പം കുറവുള്ളത് ആ സ്ഥലത്തു കൂടി രാഹുലിനെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്. വലിയ ഈ ജനറൽ ആശുപത്രി എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ സംവിധാനങ്ങളുള്ളതാണ്. ആ വാഹനങ്ങളൊക്കെ തന്നെ കയറിപ്പോകാനൊക്കെ തന്നെ വലിയ തിക്കും തിരക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ചെറിയ വഴികളൊക്കെ ഉള്ള സ്ഥലമാണ്.
അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിഷേധങ്ങളെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് കൊണ്ടുപോവുക, രാഹുലിനെ കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിനുള്ളത്. ഇപ്പോൾ വൈദ്യപരിശോധന ഏകദേശം പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുലിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് സാധ്യത. നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് മറുഭാഗത്താണ് ഈ കാഷ്വാലിറ്റിയുടെ അത്യാഹിത വിഭാഗത്തിന്റെ മറുഭാഗത്ത് ഞാൻ നിൽക്കുന്നു. തൊട്ട് സമീപത്ത് പ്രധാന വാതിലിൽ അമലുണ്ട്. ആ രണ്ട് സ്ഥലത്തും നമ്മുടെ ഈ ക്യാമറയിലെ ദൃശ്യങ്ങൾ ഇപ്പോൾ രാഹുലിനെ പുറത്തേക്ക് ഇറക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വലിയ പ്രതിഷേധങ്ങളുള്ളപ്പോൾ രാഹുലിനെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളിലേക്ക് പോവുകയാണ്. എന്നാൽ ആ ക്രമീകരണങ്ങളിലേക്ക് പോവുകയാണ്. രണ്ട് വശങ്ങളിൽ നിന്നും പുറത്തേക്ക് ഇറക്കാനുള്ള ഏതെങ്കിലും ഒരു വാതിലിലൂടെ, ഇപ്പോൾ തിരക്ക് കുറഞ്ഞ വാതിലിലൂടെ പുറത്തേക്ക് ഇറക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന വാതിലിലൂടെ പുറത്തേക്ക് ഇറക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ മറ്റൊരു വാഹനം കൂടി മറുഭാഗത്ത്, അതായത് പ്രധാന വാതിലിലേക്ക് എത്തിയിരിക്കുന്നു. രാഹുലിനെ ആ വാതിലിലൂടെ പുറത്തേക്ക് ഇറക്കുകയാണ്. രാഹുലിനെ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങൾ ഇതാ. വലിയ പ്രതിഷേധമാണ്. രാഹുലിനെ പുറത്തേക്ക് ഇറക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇനി മജിസ്ട്രേറ്റിന്റെ മുറിയിലേക്ക്, അതായത് കൊണ്ടുവന്ന ഏത് വാതിലിലൂടെയാണോ അകത്തേക്ക് കയറ്റിയത് ആ വാതിലിലൂടെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. പിൻഭാഗത്തെ വാതിൽ തുറന്നിട്ടുണ്ട്. ആ വാതിൽ തുറന്ന് ആ പിൻഭാഗത്തിലൂടെ രാഹുലിനെ ആ ജീപ്പിന്റെ പിൻഭാഗത്തുകൂടി രാഹുലിനെ അകത്തേക്ക് കയറ്റുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത്. വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ സംഘർഷ സാധ്യത, വലിയ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം എന്ന് പറയേണ്ടി വരും. യുവമോർച്ചയുടെയും അതുപോലെ തന്നെ DYFIയുടെയും പ്രവർത്തകർ വലിയ പ്രതിഷേധത്തോടു കൂടി നിൽക്കുന്ന ഒരു കാഴ്ച. ഏത് ഭാഗത്തുകൂടി ഇറക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. വലിയ പ്രതിഷേധമാണ് നിലവിൽ. ആദ്യം പ്രധാന വാതിലിന് അതിലേക്കൂടി രാഹുലിനെ ഇറക്കാനുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തിയത്. പക്ഷേ വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ വാതിലേക്ക് പോകാം. ഇപ്പോൾ കാണുന്ന കുറേ ആളുകൾ കൂടി നിൽക്കുന്ന ആ വാതിലുണ്ട്. ആ വാതിൽ കൂടി ഇറക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. വലിയ പ്രതിഷേധം മറുഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ രണ്ട് വശങ്ങളിൽ ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. DYFIയുടെയും അതുപോലെ തന്നെ യുവമോർച്ചയുടെയും പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏതെങ്കിലും പ്രധാനപ്പെട്ട വാതിലിലൂടെ അല്ലെങ്കിൽ മറുവാതിലിലൂടെ രാഹുലിനെ പുറത്തിറക്കി ജഡ്ജിയുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ ഏത് വിധേനയും പുറത്തേക്കിറക്കുക, പ്രശ്നങ്ങളില്ലാതെ പുറത്തേക്കിറക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിന് മുന്നിലുള്ള പ്രധാന കടമ്പ. അതിനുവേണ്ടിയുള്ള ഒരു നീക്കമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 DYSPമാർ, ഒരു ASP, അങ്ങനെയുള്ള ഒരു വലിയ സന്നാഹമാണ് ഇപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത്. ആ ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഇവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു നീക്കം നടത്താൻ സാധിക്കുന്നില്ല. എന്തായാലും അല്പസമയത്തോടെ തന്നെ രാഹുലിനെ പുറത്തേക്ക് ഇറക്കും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ട പോലീസ് ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ യാതൊരു ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടായിട്ട്, ഇത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ടായിട്ട്, ഇത്തരത്തിലുള്ള വകുപ്പുകൾ തനിക്ക് മേൽ ചുമത്തിയിട്ട് യാതൊരു തരത്തിലുള്ള ഒരു മുഖഭാവവുമില്ലാതെ, ഒരു പ്രശ്നവുമില്ലാതെ അയാൾ നടന്നു നീങ്ങിയ ശേഷം പോലീസ് ജീപ്പിലേക്ക് കയറുന്നു. പോലീസ് ജീപ്പിനുള്ളിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഏതോ ഒരു വലിയ ധീരകൃത്യം ചെയ്തതിന് സമാനമായ രീതിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു MLA, പാലക്കാട് MLA, ജനപ്രതിനിധിയാണ്, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ആണ്. അയാളുടെ ഭാഗത്തു നിന്നാണ് ഈ പ്രവൃത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ വ്യക്തി ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുന്നു. വൈദ്യപരിശോധന പൂർത്തിയായ ശേഷം രാഹുലിനെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുന്ന ഏത് ഭാഗത്തു കൂടി രാഹുലിനെ പുറത്തിറക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. 2 വാതിലുണ്ട്. ആ 2 വാതിലിൽ ഏതെങ്കിലും ഒരു വാതിലൂടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് കൂടുതൽ പ്രവർത്തകർ എത്തുന്നു. ആ പ്രവർത്തകർ അവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. രാഹുലിന്റെ മേൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾക്ക് സമാനമായ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന മുൻ കോൺഗ്രസ് നേതാവിനെ കളിയാക്കുന്ന അല്ലെങ്കിൽ അവഹേളിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് DYFIയും അതുപോലെ തന്നെ പ്രവർത്തകരും സജീവമായി തന്നെ രംഗത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തോടെ തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കി രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള നടപടിയിലേക്കാണ് പോകുന്നത്. പലതരത്തിലുള്ള വകുപ്പുകൾ, ഒരു സ്ത്രീയെ, ഒരു കുടുംബപരമായ പ്രശ്നങ്ങൾ, ഭർത്താവുമായ പ്രശ്നങ്ങളുള്ള ഒരു സ്ത്രീയെ സമീപിക്കുക, അതിനുശേഷം അവരെ സൗഹൃദം സ്ഥാപിക്കുക, അവരുടെ
പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. വലിയ പ്രതിഷേധം. അതിപ്പോൾ 2 വാതിലുകളുണ്ട്. അത് 2 ഭാഗത്തും യുവമോർച്ച ഡിവൈഎഫ്ഐ പ്രതിഷേധക്കാർ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഒരു രീതിയിലും രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ രാഹുലിനെ പുറത്തേക്ക് ഇറക്കാൻ ആ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ പോലീസിന് കഴിയുന്നില്ല. കാരണം പ്രതിഷേധക്കാർ ആ രീതിയിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. ആ പോലീസിന്റെ വാഹനത്തെ മുഴുവൻ വളഞ്ഞിട്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധവുമായി യുവമോർച്ച പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയെ വളഞ്ഞിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറഞ്ഞാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം. ഏത് പൊതിച്ചോറിനെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ അധിക്ഷേപിച്ചത്, ഇന്ന് രാഹുലിന് രാത്രിയും ഉച്ചയ്ക്കും കഴിക്കാനുള്ള പൊതിച്ചോർ ഞങ്ങൾ നൽകുമെന്ന് പറഞ്ഞാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. അപ്പോൾ ആ പ്രവർത്തകരെ, ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പാട്ടുപെടുകയാണ് ഇപ്പോൾ അവിടെയുള്ള പോലീസ്. കൂടുതൽ പോലീസ് വിന്യാസം, പോലീസ് സംഘം AR ക്യാമ്പിൽ നിന്ന് എത്തിയെങ്കിലും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തലിനെ പുറത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. 2 ഭാഗം, അതായത് ഫ്രണ്ട് ഗേറ്റും ബാക്ക് ഗേറ്റും, അവിടെ 2ഇടത്തും ഇപ്പോൾ പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുകയാണ്. എങ്ങനെ പുറത്തേക്ക് ഇറക്കി ഒന്ന് മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കുമെന്നുള്ള ആശങ്കയിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. വളരെ പാടുപെട്ടാണ് വൈദ്യപരിശോധനയ്ക്ക് കയറ്റിയത്. ഇനി എങ്ങനെ പുറത്തേക്ക് ഇറക്കുമെന്നുള്ള ആശങ്കയിലാണ്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ. പ്രതിഷേധാഗ്നി തന്നെയാണ്. വലിയ രീതിയിൽ ആളിക്കത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധം. ഇനി ഞങ്ങൾ